പ്രിയമുള്ളവരെ, ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട്. ഏറെ സന്തോഷവും അതിലേറെ അഭിമാനവുമുള്ള നിമിഷമാണിത്. കൃത്യം 6 വർഷം മുമ്പ് 2020 ലോക്ക്ഡൗൺ കാലഘട്ടത്തിൽ പ്രിയ സുഹൃത്ത് ടിജോ ജോർജ് നിർബന്ധിച്ചത് പ്രകാരം ഞാൻ കഥകൾ ശബ്ദരൂപത്തിൽ വാട്സാപ്പിൽ അയച്ചു തുടങ്ങി. ആദ്യകാലത്ത് തുടർച്ചയായി അയക്കാൻ സാധിച്ചിരുന്നില്ല. ഇപ്പോൾ 4 വർഷത്തിലേറെയായി ഒരു ദിവസവും മുടങ്ങാതെ കഥകൾ അയക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ട്. 6 വർഷം തികയുന്ന 7ാം വർഷത്തിലേക്ക് കടക്കുന്ന വേളയിൽ കഥ പറയാം കേൾക്കൂ, അനുഭവ കഥാരൂപത്തിൽ കാട്ടിലെ കഥ പറയട്ടെ. കാട്ടിലെ കഥമാമൻ. കൂത്താടിപ്പുഴയുടെ കരയിലെ ഹാരി ആനയുടെ മനസ്സ് നിറയെ കഥകളായിരുന്നു. തുമ്പിക്കൈ വീശി നടക്കുമ്പോഴും പുഴയിൽ കുളിക്കുമ്പോഴും ഹാരി മനസ്സിൽ ഓരോരോ കഥകളുണ്ടാക്കും. ഹാരി, നിങ്ങളുടെ കഥ കേൾക്കാൻ എന്ത് രസമാണ്, ഇതൊന്നും എല്ലാവരോടും പറഞ്ഞുകൂടെ? ഉറ്റ സുഹൃത്തായ ടോജു കരടി എപ്പോഴും പറയും. അയ്യോ ടോജു, എനിക്ക് പേടിയാ. പരിചയമുള്ളവർ കേൾക്കുന്നത് പോലെയല്ല. അപരിചിതർ എൻ്റെ ശബ്ദം കേട്ടാൽ കളിയാക്കില്ലേ? ഹാരി പറയും. ഹാരിക്ക് അങ്ങനെയായിരുന്നു. തൻ്റെ ശബ്ദം അത്ര രസമില്ല, മറ്റുള്ളവർ അത് കേട്ട് കളിയാക്കി ചിരിക്കും അവൻ കരുതി. കൂട്ടുകാരൻ പറഞ്ഞിട്ടും ഹാരി കഥ പറയാൻ കൂട്ടാക്കിയില്ല. അങ്ങനെ ഇരിക്കെ കൊടുങ്കാറ്റും മഴയും മൂലം കാടാകെ പ്രശ്നത്തിലായി. മൃഗങ്ങൾക്കെല്ലാം അവരവരുടെ ഗുഹകളിലും കൂടുകളിലും ഒതുങ്ങിക്കഴിയേണ്ടി വന്നു. ആർക്കും പുറത്തിറങ്ങാനോ തമ്മിൽ കാണാനോ പറ്റാത്ത അവസ്ഥ. പരസ്പരം ബന്ധപ്പെടാൻ ഒരേ ഒരു വഴി മാത്രം: ശബ്ദ സന്ദേശങ്ങൾ അയക്കുക. മൃഗങ്ങൾ സങ്കടവും സന്തോഷവും സന്ദേശങ്ങളായി പരസ്പരം കൈമാറി. വിനോദത്തിന് മറ്റു മാർഗങ്ങളില്ലാതെ ബുദ്ധിമുട്ടുന്നത് കണ്ടപ്പോൾ ടോജുവിന് ഒരു ബുദ്ധി തോന്നി. അവൻ വീണ്ടും ഹാരിയെ ചെന്ന് കണ്ടു. കൂട്ടുകാരാ, എല്ലാവരും പേടിച്ചിരിക്കുകയാണ്. നിന്റെ ഉള്ളിലെ ആ നല്ല കഥകൾ ഒന്ന് പറഞ്ഞു കൊടുക്കൂ. നേരിട്ട് കാണണ്ടല്ലോ, ശബ്ദം മാത്രം കേട്ടാൽ മതിയല്ലോ, ടോജു നിർബന്ധിച്ചു. നിർബന്ധത്തിനൊടുവിൽ ഹാരി കണ്ണുകളടച്ച് തൻ്റെ മനസ്സിലെ ഒരു കുഞ്ഞു കഥ ടോജുവിനോട് മാത്രം പറഞ്ഞു. മിടുക്കനായ ടോജു ആ ശബ്ദം റെക്കോർഡ് ചെയ്ത് കാട്ടിലെ മൃഗങ്ങൾക്ക് അയച്ചു. കുറച്ചു കഴിഞ്ഞപ്പോൾ ഹാരിയെ തേടി മറുപടികളെത്തി. കൊച്ചു മുയലുകളും മാൻകുട്ടികളും മയിലുകളും സന്തോഷത്തോടെ പറഞ്ഞു, ഹാരി മാമ, എന്ത് നല്ല കഥയാണിത്. മാമൻ്റെ ശബ്ദം കേൾക്കാൻ നല്ല രസമുണ്ട്. ഇനിയും കഥകൾ പറയണേ. തൻ്റെ ശബ്ദം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ ഹാരിയുടെ പേടി മാറി. സന്തോഷത്തോടെ ഒട്ടേറെ കഥകൾ പറഞ്ഞ് കാട്ടിലെ പ്രിയപ്പെട്ട കഥമാമനായി മാറി. ടോജു കരടിയാകട്ടെ തൻ്റെ കൂട്ടുകാരൻ്റെ കഴിവ് ലോകത്തെ അറിയിച്ച സന്തോഷത്തിൽ എന്നും ഹാരിയുടെ കൂടെ നിന്നു. കൂടെ നിൽക്കുന്ന നല്ല സുഹൃത്തുക്കളുണ്ടെങ്കിൽ നമ്മുടെ കഴിവുകൾ ഭയം കൂടാതെ വെളിപ്പെടുത്താൻ കഴിയുമെന്ന് തിരിച്ചറിഞ്ഞ ഹാരി ടോജുവിൻ്റെ നിർദ്ദേശങ്ങളനുസരിച്ച് ദിവസവും പുതിയ പുതിയ കഥകൾ മറക്കാതെ പറഞ്ഞു. അങ്ങനെ കാട്ടിലെ കഥമാമനായി മാറി.